നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചന്തേരയിൽ 16-കാരിയെ ബലാത്സംഗം ചെയ്ത പരാതിയിൽ 15 വയസ്സുകാരനുൾപ്പെടെ 5 പേർക്കെതിരെ ചന്തേര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. കോഴിക്കട ഉടമ നൌഷാദ് ഫൈസ് എന്നിവർ പിടിയിൽ. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. പഠനം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞിട്ടും അനാട്ടമി ലാബ് പോലും ഒരുക്കിയിട്ടില്ല. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും. KCCL കുഡ്ലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 21-ന് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. കേരള സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷൻ വാർഷിക സമ്മേളനം 21-22 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. പ്രതിനിധി സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്ദേമാതരം കോസ്റ്റൽ സൈക്ലോത്തോൺ ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. NCC കേഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുട്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കണമെന്ന ആവശ്യം. CITU ഓട്ടോ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർ വനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ 4ാം കളിയാട്ട ദിനത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ദൈവങ്ങളെ തൊഴുത് അനുഗ്രഹം തേടിയെത്തുന്നത്. വേലാശ്വരം സഫ്ദർ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. AKG പുല്ലൂർ ജേതാക്കളായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചന്തേരയിൽ 16-കാരിയെ ബലാത്സംഗം ചെയ്ത പരാതിയിൽ 15 വയസ്സുകാരനുൾപ്പെടെ 5 പേർക്കെതിരെ ചന്തേര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. കോഴിക്കട ഉടമ നൌഷാദ് ഫൈസ് എന്നിവർ പിടിയിൽ. ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരിയെയാണ് ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ്, 15-കാരൻ, സ്പോർട്സ് കടയുടമ, കോഴിക്കടയുടമ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കട ഉടമ നൌഷാദ് ഫൈസ് എന്നിവരെയാണ് ചന്തേര ഇൻസ്പെക്ടർ K. പ്രശാന്ത് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 45-കാരനായ സഹോദരി ഭർത്താവ് 2 മാസം മുൻപ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. ഇയാളും കേസിൽ പ്രതിയാണ്. 15-കാരനായ വിദ്യാർത്ഥിയെയും 2 ആഴ്ച മുൻപ് വിദേശത്ത് കടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹോസ്ദുർഗ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ എത്തി പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൂട്ടബലാത്സംഗത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. 1 വർഷത്തോളമായി പെൺകുട്ടി കടുത്ത ലൈംഗിക ചൂഷണത്തിനിരയായതായാണ് വ്യക്തമാകുന്നത്. സംഭവത്തിൽ ചന്തേര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ് പീഡന വിവരം അറിയാൻ വൈകിയത്. ന്യൂസ് ബ്യൂറോ, ചന്തേര. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. പഠനം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞിട്ടും അനാട്ടമി ലാബ് പോലും ഒരുക്കിയിട്ടില്ല. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിനായി തറക്കല്ലിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഉദ്ഘാടനം നടന്നത്. എന്നാൽ നാളിതുവരെയായി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ MBBS ക്ലാസും ആരംഭിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് പഠനം പ്രതിസന്ധിയിലാക്കുന്നു. പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങി സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ച കുട്ടികളുടെ ഭാവി ഇതോടെ ആശങ്കയിലായിരിക്കുന്നു. മെഡിക്കൽ പഠനം ആരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ തന്നെ അനാട്ടമി പഠനം ആരംഭിക്കും. മനുഷ്യ ശരീരത്തെ പരിചയപ്പെടുത്തുന്നതിനായി പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്ന മൃതദേഹം കീറിമുറിച്ച് പഠിച്ചുകൊണ്ടാണ് കുട്ടികൾ മെഡിക്കൽ പഠനത്തിന്റെ ബാലപാഠം കുറിക്കുന്നത്. എന്നാൽ ഇവിടെ ക്ലാസുകൾ ആരംഭിച്ച 4 മാസം കഴിഞ്ഞിട്ടും കടാവർ പഠനം പൂർണ്ണമായ രീതിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കടാവർ സൂക്ഷിക്കാനുള്ള 3 ടാങ്കുകൾ 1.5 മാസം മുൻപാണ് എത്തിയത്.
അനാട്ടമി ലാബിലേക്ക് ടാങ്കുകൾ കയറ്റാൻ സൗകര്യപ്രദമായ വാതിലുകളില്ലാത്തതിനാൽ ഏറെ കഴിഞ്ഞാണ് അവ ലാബിലേക്ക് എത്തിച്ചത്. ടാങ്കിന് ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. 18 കടാറുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഈ ടാങ്കുകളിൽ ഒന്നുമാത്രമാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. ഓഗസ്റ്റിലാണ് സർവകലാശാല പരീക്ഷ ആരംഭിക്കുന്നത്. ജൂണിൽ മോഡൽ പരീക്ഷ നടക്കും. ജൂലൈയിൽ കുട്ടികൾക്ക് പഠനാവധിയായിരിക്കും. മേയിൽ തിയറി, പ്രാക്ടിക്കൽ ക്ലാസുകൾ പൂർത്തിയാക്കണമെന്നിരിക്കെ ഇനി ആകെയുള്ളത് മാർച്ച്, ഏപ്രിൽ 2 മാസം മാത്രമാണ്. കുറഞ്ഞ സമയം കൊണ്ട് മറ്റു കോളേജിലെ കുട്ടികൾക്ക് ഒപ്പമെത്താൻ ഇവർ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ തുടർ പ്രവൃത്തികൾ അനിശ്ചിതാവസ്ഥയിലാകും. വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ബാധിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും. KCCL കുഡ്ലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 21-ന് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. അതിവേഗം, സ്ഥിരത, വിശ്വാസ്യത, കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമാണ് കേരള വിഷൻ ഒരുക്കുന്നത്. ഇന്റർനെറ്റ് വിതരണ രംഗത്ത് രാജ്യത്തെ 6ാമത്തെ വലിയ സേവനദാതാക്കളിലൊന്നായ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കർണാടകയിലെ പ്രധാന വാണിജ്യ വിദ്യാഭ്യാസ കേന്ദ്രമായ മംഗളൂരുവിൽ സേവനം ആരംഭിക്കുന്നു. KCCL കുഡ്ല എന്ന പേരിൽ ഫെബ്രുവരി 21-ന് മംഗളൂരുവിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവന രംഗത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. KCCL കുഡ്ലയുടെ ഡാറ്റാ സെന്റർ ഉദ്ഘാടനം കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിക്കും. മംഗളൂരുവിനായുള്ള ബ്രോഡ്ബാൻഡ് താരിഫ് പ്ലാനുകളുടെ റിലീസ് KCCL ചെയർമാൻ K ഗോവിന്ദൻ നിർവഹിക്കും. കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K വിജയകൃഷ്ണൻ, KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഇന്റർനെറ്റ് സേവന രംഗത്ത് രാജ്യത്ത് 6ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ബിസിനസ് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മംഗലാപുരത്തേക്ക് കൂടി പ്രവേശിക്കുകയാണ്. നാളെ മംഗലാപുരം കങ്കനാടിയിൽ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കർണാടകയുടെ സ്പീക്കറായിട്ടുള്ള UT ഖാദർ MLA ഔദ്യോഗികമായി നിർവഹിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള വിഷൻ ഇന്ന് രാജ്യത്ത് 30 ലക്ഷം കേബിൾ TVയും 16 ലക്ഷം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറമെ അടുത്ത് ബംഗാളിലേക്ക് KCCL ബംഗ്ല എന്ന പേരിൽ ബംഗാളിലേക്ക് നമ്മുടെ സേവനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും നമ്മുടെ കേരള വിഷൻ്റെ സേവനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 5500ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഒരു ചെറുകിട സംരംഭമാണ് കേരള വിഷൻ എന്ന് പറയുന്നത്. ഇന്ന് കേരള വിഷൻ കേരളത്തിലെ ഒരു കോർപ്പറേറ്റീവ് മോഡലായി മാറാൻ കേരള വിഷൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇവിടെ നാളെ തൊട്ട് മംഗലാപുരത്ത് കൂടി നമ്മുടെ സേവനം ലഭ്യമാക്കുന്നതോടുകൂടി വളരെ വലിയ പ്രതീക്ഷയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചു പുലർത്തുന്നത്. അതിവേഗം, സ്ഥിരത, വിശ്വാസ്യത, കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമാണ് കേരള വിഷൻ ഒരുക്കുന്നത്. ഇനി കാത്തിരിപ്പില്ല, ബഫറിംഗ് ഇല്ല, മിന്നൽ വേഗത്തിൽ ഡൗൺലോഡ്, തടസ്സമില്ലാത്ത സ്ട്രീമിംഗ്, ആഴ്ചയിൽ 24 മണിക്കൂറും വിശ്വസനീയ കണക്ഷൻ, സിഗ്നൽ ഡ്രോപ്പുകളില്ലാതെ, ഇടവേളകളില്ലാതെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന സ്ഥിരതയോടെ സേവനം ഉറപ്പാക്കുന്നു. കൂടുതൽ സ്പീഡ് എന്നത് കൂടുതൽ ചെലവ് എന്നല്ല എന്ന ആശയം പ്രാവർത്തികമാക്കി ഉപഭോക്താക്കളുടെ പോക്കറ്റിന് അനുയോജ്യമായ ഏറ്റവും മികച്ച പാക്കേജുകളാണ് അവതരിപ്പിക്കുന്നത്. ഉയർന്ന വേഗത ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. സ്പീഡിൽ മുൻപന്തിയിൽ, ആകർഷകമായ നിരക്കുകളിൽ 1000 കോടിയുടെ വിറ്റുവരവുള്ള യൂണിക്കോൺ കമ്പനികളുടെ ലിസ്റ്റിൽ നിന്നുകൊണ്ട് വിശ്വാസ്യതയിൽ കഴിഞ്ഞ 30 വർഷത്തെ പ്രവർത്തന വൈദഗ്ധ്യം കൈവരിച്ച പാരമ്പര്യവുമായി മംഗളൂരുവിലെ IT, വിദ്യാഭ്യാസ, സ്റ്റാർട്ടപ്പ്, വ്യാപാര മേഖലകൾക്ക് ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നൽകുന്നതിലൂടെ നഗരത്തിന്റെ സമഗ്ര വികസനത്തിൽ പങ്കാളിയാകുകയാണ് KCCL കുഡ്ലയുടെ ലക്ഷ്യം.
മംഗളൂരുവിന്റെ ഡിജിറ്റൽ ഭാവിയിലേക്ക് ഒരു പുതിയ അധ്യായം തുറന്ന് കൂടുതൽ വേഗത്തിലും കൂടുതൽ വിശ്വാസ്യതയോടും കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി കേരള വിഷൻ മംഗളൂരു ജനതയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാസർഗോഡ് ജില്ലയിലെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഔദ്യോഗിക വിതരണ കമ്പനിയായ കൊളിക്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ മംഗളൂരുവിലും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നേരിട്ട് വിതരണം ചെയ്യുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCL ചെയർമാൻ കെ പ്രദീപ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര, ഡയറക്ടർ ലോഹിതാക്ഷൻ M, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PV മനോജ്, കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, CCL ടെക്നിക്കൽ അഡ്വൈസർ M അബ്ദുള്ള കുഞ്ഞി, കേരള വിഷൻ ഓപ്പറേറ്റർ സുധീഷ് ഭണ്ഡാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോൺ ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. NCC കാഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുണ്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാചരണത്തോടനുബന്ധിച്ച് ആഭ്യന്തര കാര്യ മന്ത്രാലയത്തിന്റെ സംരംഭമായ വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോണിന്റെ ഭാഗമായി CISF ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഗുജറാത്തിലെ ലാഖ്പത് കോട്ടയിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലിക്ക് ബേക്കൽ ബീച്ചിൽ CISF കണ്ണൂർ എയർപോർട്ട്, NCC 32 കേരള ബറ്റാലിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ദേശീയ പതാകകൾ വീശി പുഷ്പവൃഷ്ടി നടത്തി ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് സൈക്കിൾ റാലിയെ കാഡറ്റുകൾ സ്വീകരിച്ചത്. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം. സുരക്ഷിതമായ തീരവും സമൃദ്ധമായ ഭാരതവും എന്ന സന്ദേശത്തോടെ നടത്തുന്ന റാലിയിൽ DC സന്ദീപ് ചക്രവർത്തി, അസിസ്റ്റന്റ് കമാൻഡർ പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 150 പേരാണുള്ളത്. CISF കണ്ണൂർ എയർപോർട്ട് കമാൻഡർ നിതിൻ കുമാർ ത്യാഗി, അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, സുബേദാർ രാമണ്ണ മലകർ എന്നിവരുടെ നേതൃത്വത്തിൽ NCC കാഡറ്റുകൾ, CSIF സേനാംഗങ്ങൾ എന്നിവർ സൈക്കിൾ റാലിയെ സ്വീകരിച്ചു. CISFന്റെ ഗുജറാത്ത് മുതൽ കൊച്ചി വരെയുള്ള വന്ദേ മാതരം സൈക്ലോത്തോണിന്റെ ഭാഗമായിട്ട് ഇന്ന് 32K ബറ്റാലിയനിലെ NCC കാഡറ്റുകൾ സൈക്കിൾ റാലിയിൽ പങ്കെടുക്കുകയുണ്ടായി. ബേക്കൽ ബീച്ചിൽ നടന്ന പരിപാടിയുടെ ഭാഗമായിട്ട് പാലക്കുന്ന് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബേക്കൽ ബീച്ച് മുതൽ ചാമുണ്ടിക്കുന്ന് വരെയുമുള്ള 10 കിലോമീറ്റർ ദൂരമാണ് NCC കാഡറ്റുകൾ സൈക്കിൾ റാലി അനുഗമിച്ചത്. ദേശീയവർദ്ധനവും തീരദേശ സംരക്ഷണവും മുൻനിർത്തിയുള്ള പരിപാടിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. NCC കാഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുണ്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. സൈക്ലത്തോൺ ഫെബ്രുവരി 23-ന് കൊച്ചിയിൽ സമാപിക്കും. സൈക്കിൾ റാലി കേരളത്തിലെ 7 ജില്ലകളിലൂടെ കടന്നുപോകും. CISF കണ്ണൂർ യൂണിറ്റ് ബേക്കൽ മുതൽ മുഴപ്പിലങ്ങാട് കടൽത്തീരം വരെ സൈക്ലോത്തോൺ സംഘത്തെ അനുഗമിക്കും. ഇന്ത്യയിലെ 52 തീരഗ്രാമങ്ങളെ ഉൾപ്പെടുത്തിയാണ് സൈക്ലോത്തോൺ യാത്ര നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോൺ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കണമെന്ന ആവശ്യം. CITU ഓട്ടോ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കുക, വാഹനങ്ങളുടെ പെർമിറ്റ്, ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് തൊഴിലാളികൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. രാജ്യത്ത് കോടാനുകോടി വാഹനങ്ങളുണ്ട്. അതിൽ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് തൊഴിലാളികൾ സേവന മേഖലയിൽ ചെയ്യുന്നത്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളൊന്നും അവരെ രാവിലെ ഓട്ടോറിക്ഷ എടുത്ത് വരുന്നത് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശുപത്രിയിൽ പോകണം, കടയിൽ പോകണം, ജോലി സ്ഥലത്ത് പോകണം, മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബസ്, ഓട്ടോറിക്ഷയിൽ പോകാൻ കഴിയാത്ത ദൂരത്തേക്കാണെങ്കിൽ ബസ്സിൽ പോകും.
ചെറിയ ദൂരത്തേക്കാണെങ്കിൽ സ്വന്തം വാഹനം ഉപയോഗിച്ച് പോകും. എല്ലാം ഉപയോഗിക്കുന്നത് ജനങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ചില സന്ദർഭങ്ങളിൽ നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് മോട്ടോർ തൊഴിലാളികളെ കേന്ദ്ര ഗവൺമെൻറ്റിന് പുതിയ നയമനുസരിച്ച് ഒരു 4 പ്രാവശ്യമാണ് അവർക്കെതിരായിട്ട് ട്രാഫിക് ലംഘനം നടത്തി എന്ന പേരിൽ പിഴ വരുന്നെങ്കിൽ പിന്നെന്ത് ചെയ്യും? അവരുടെ ലൈസൻസ് കട്ട് ചെയ്യും. ആ വാഹനത്തിൻ്റെ പെർമിറ്റ് ഇല്ലാതാകും. അപ്പോൾ എങ്ങനെ ജോലി ചെയ്യും? എങ്ങനെ യാത്ര ചെയ്യും? അപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത്. അതിന് പകരം നിയമം ലംഘിക്കുക എന്നതിന് വേണ്ടിയുള്ള നിലയിൽ കാര്യങ്ങൾ ആലോചിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മൾ 1985 തോന്നുന്നു രാജീവ് ഗാന്ധി നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാഹനങ്ങൾക്ക് കണ്ടമാനം പെർമിറ്റ് കൊടുത്ത് അന്ന് അതിനെതിരായി ഏറ്റവും കൂടിയ നിലയിലുള്ള വലിയ സമരങ്ങളെല്ലാം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഡിവിഷൻ സെക്രട്ടറിമാരായ പ്രമോദ് മണലിൽ, ഉണ്ണി പാലത്തിങ്കാൽ, സുനിൽകുമാർ വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി P രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Bridals, my Century Wedding Center. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെക്കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളുർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ 4ാം കളിയാട്ട ദിനത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ദൈവങ്ങളെ തൊഴുത് അനുഗ്രഹം തേടി എത്തുന്നത്. മഞ്ഞടുക്കം ശ്രീ തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ 4ാം കളിയാട്ട ദിനത്തിൽ മുന്നായർ ഈശ്വരന്റെ വെള്ളാട്ടവും തുടർന്ന് കരിന്ദ്രായർ, പുലിമാരൻ, വേട്ടേക്കൊരുമകൻ തെയ്യങ്ങളുടെ പുറപ്പാടും നടന്നു.
നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിനത്തിലും പാണത്തൂർ മഞ്ഞുടുക്കം ശ്രീ തുളിർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവ സന്നിധിയിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. തൃക്കരിപ്പൂർ കടപ്പുറം എന്ന കടലോര ഗ്രാമത്തിൽ വിജ്ഞാന കലാ കായിക രംഗങ്ങളിലെ ഉയർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു വരുന്ന വേലുമരക്കാർ സ്മാരക ഗ്രന്ഥാലയം 38ാം വാർഷികവും വേലുമരക്കാരുടെ 9ാം ചരമവാർഷികവും ഫെബ്രുവരി 22-ന് ഞായറാഴ്ച നടക്കും. ഗ്രന്ഥശാല കുടുംബസംഗമവും സാംസ്കാരിക സായാഹ്നവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന വേലുമരക്കാരുടെ നാമധേയത്തിൽ വലിയപറമ്പ് തൃക്കരിപ്പൂർ കടപ്പുറത്ത് സ്ഥാപിതമായ ഗ്രന്ഥാലയത്തിൽ വിവിധ ശാഖകളിൽപ്പെടുന്ന 1300-ലധികം വരം പുസ്തകങ്ങളുണ്ട്. നാടിന്റെ വിജ്ഞാന കലാകായിക രംഗങ്ങളിലെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു വരുന്നുണ്ട് വേലുമരക്കാർ സ്മാരക ഗ്രന്ഥാലയം. ഫെബ്രുവരി 22 രാവിലെ 11 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനവും ഗ്രന്ഥശാല കുടുംബസംഗമവും ഗ്രന്ഥശാല സംഘം ഓസ്തൂർ താലൂക്ക് സെക്രട്ടറി പി വേണുഗോപാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. KP രാമകൃഷ്ണൻ വേലുമരക്കാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകും. ഈ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക കായിക രംഗങ്ങളിലും വിജ്ഞാന വികസനത്തിലും സമഗ്ര സംഭാവന നൽകി വരുന്ന ഗ്രന്ഥാലയം അതിൻ്റെ 38ാം വാർഷികവും വേലുമരക്കാരുടെ 50ാം ചരമവാർഷികവും 2026 ഫെബ്രുവരി 22-ാം തീയതി ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. രാവിലെ 10 മണിക്ക് പ്രാർത്ഥന, 11 മണിക്ക് അനുസ്മരണ സമ്മേളനം, ശ്രീ KP രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് ഗ്രന്ഥശാല കുടുംബസംഗമവും ഓസ്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ പി വേണുഗോപാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനായി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച മുതിർന്ന അംഗങ്ങളെ PV ബാസൻ ആദരിക്കും. ആദ്യകാല ഗ്രന്ഥാലയ പ്രസിഡന്റുമാരായ വേലുമരക്കാരുടെ ഫോട്ടോ അനാച്ഛാദനം തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് മുൻ പ്രസിഡന്റ് TV ബാലകൃഷ്ണൻ നിർവഹിക്കും. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക ചായരം ചിത്രനടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ P വിനയൻ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നാടക സംവിധായകൻ MT അന്നൂർ മുഖ്യാതിഥി ആയിരിക്കും. രാത്രി 7 മണിക്ക് നൃത്തസന്ധ്യയും 9 മണിക്ക് കോഴിക്കോട് രംഗഭാഷ മിഠായി തെരുവ് നാടകവും അരങ്ങേറും. ഗ്രന്ഥാലയം വാർഷികാഘോഷങ്ങളുടെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് കലാകായിക മത്സരങ്ങളും ക്യാഷ് അവാർഡിനായി പൊന്നാട ഷൂട്ടൌട്ടും നടത്തി. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ T വിനയൻ, M സുരേന്ദ്രൻ, KV രാമചന്ദ്രൻ, PV സുരേന്ദ്രൻ, M സുഗതൻ, P ദാമു എന്നിവർ പരിപാടിയിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അജാനൂർ കടപ്പുറം കിഴക്കേ വീട് തറവാട് പ്രതിഷ്ഠാദിന 140 തെയ്യംകെട്ട് മഹോത്സവം 26-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തറവാട് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കുന്നിൻ മകളായി അവതരിച്ച കുറത്തിയമ്മയും പരിവാരങ്ങളും കുടികൊള്ളുന്ന കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം കിഴക്കേ വീട് തറവാട്ടിൽ നടത്തിവരാറുള്ള പ്രതിഷ്ഠാദിന 140 തെയ്യംകെട്ട് മഹോത്സവം 2026 ഫെബ്രുവരി 26, 27, മാർച്ച് 1, 2, 3 തീയതികളിലായാണ് നടക്കുന്നത്. 26-ന് ഗണപതി ഹോമം നടക്കും. വൈകുന്നേരം 7 മണിക്ക് ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ നടക്കും. 27-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വിരുന്നടിയന്തരം നടക്കും. വൈകുന്നേരം 3 മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം, രാത്രി 7 മണിക്ക് മറിയൂട്ട് അടിയന്തരം, രാത്രി 8 മണിക്ക് വിൽക്കലാമേള. മാർച്ച് 1-ന് കലവറ നിറയ്ക്കൽ. ഇട്ടമ്മൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്ന് ദീപാലങ്കാരത്തോടും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ തറവാട് സന്നിധിയിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിച്ചേരും. മാർച്ച് 2-ന് അന്തിക്കോലം, മോന്തിക്കോലം, നെല്ലുകുത്തി തെയ്യം, ചൂട്ടമ്മക്കാളിയമ്മ, കടൽവീരൻ തെയ്യം, മലഭൂതം തെയ്യം, മലച്ചാമുണ്ടിയുടെ വെള്ളാട്ടം, പന്തിരുപെറ്റ മക്കൾ തെയ്യം, മാണിച്ചി ബെപ്പീരിയൻ തെയ്യം, വീരൻ തെയ്യം, കോപ്പാളമൂർത്തി തെയ്യം, പാനക്കുറത്തിയമ്മ, മറക്കുറത്തിയമ്മ, കരിംകുറത്തിയമ്മ, ഐവർ തെയ്യങ്ങൾ, പഞ്ചുരുളിയുടെ വെള്ളാട്ടം, കല്ലുരുട്ടി തെയ്യം, കാട്ടുമുടന്തൻ തെയ്യം, കാട്ടുകുളി തെയ്യം, പുലച്ചാമുണ്ടി തെയ്യം, അക്കക്കുഞ്ഞാർ തെയ്യം, ഭൂതച്ചാമുണ്ടിയമ്മ എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. കിഴക്കേ വീട് തറവാട് ആധാരമായി പൂർവ്വന്മാർ വെച്ചിരിക്കുന്ന നിലക്കൂർ പ്രകാരം 3 കൊല്ലത്തെ കളിയാട്ട ഉത്സവം 140 തെയ്യങ്ങളുടെ കോലങ്ങൾ 3 ദിവസം കൊണ്ട് നടത്തുവാൻ വേണ്ടി അവിടെ കുടുംബാദികളിൽ കൂടി എല്ലും
പ്രശ്നം മുഖേന കണ്ട് പ്രകാരം തന്നെ ഞങ്ങളെ ഇതിന് പ്രാരംഭമായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുറത്തമ്മൻ്റെ അനുഗ്രഹത്താൽ അവിടെയും അനുഗ്രഹം വാങ്ങിച്ച് നമ്മുടെ സമുദായത്തിലെ എല്ലാവരും ഒന്നടങ്കം വന്ന് അമ്മയുടെ ആ തൃപ്പാദത്തിൽ വണങ്ങി ഇവിടുത്തെ അന്നദാനം കഴിച്ച് എല്ലാവരും വന്ന് സഹകരിച്ച് ഞങ്ങളെ കുടുംബത്തിനും വേണ്ടി ശ്രേയസിനും വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു അമ്മയുടെ മക്കളെ മാതിരി വന്നും എന്നെ സഹകരിച്ചിട്ട് പോകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് കിഴക്കേവിടെ തറവാടിൻ്റെയും ആ പൂർവികന്മാർ വെച്ച നിലക്കുറി പ്രകാരം അന്നും ഇന്നും ഞങ്ങളുടെ ഒരു അമ്മ പെറ്റ മക്കളമാരി എല്ലാവരും ഒരു ചെരടിൽ കോർത്തണിക്കിയ മാതിരി കൊണ്ട് നടത്തുന്നുണ്ട്. ഇനി അങ്ങനെ മേൽ നടത്താനുള്ള സാഹചര്യം നമ്മുടെ സമുദായത്തിലെ എല്ലാവരും ഒത്തു ഇണങ്ങി ഞങ്ങളുടെ തറവാട്ടിൽ വന്ന് വിരുന്നടിയാൻ തുടങ്ങും എല്ലാം കഴിച്ചതെന്ന് മറുകൂട്ടം കഴിച്ചതെന്ന് അതിൽ കാണുന്ന ആ ഉത്സവാദികളെല്ലാം നടത്തിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മാർച്ച് 3 പ്രധാന ആരാധനാമൂർത്തികളായ പടിഞ്ഞാറ് ചാമുണ്ടി, പന്നിക്കുളത്ത് ചാമുണ്ടി, പന്നിയും കുഞ്ഞും, കുണ്ടാര ചാമുണ്ടി, പഞ്ചുരുളി, കുറത്തിയമ്മ, ഗുളികൻ, രക്തചാമുണ്ടി, ആര്യക്കര ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 7 മുതൽ 9 വരെ തീയതികളായി നടക്കും. ബ്രോഷർ പ്രകാശനം നടന്നു. പാലക്കുന്ന് കഴകം ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവം ഏപ്രിൽ 7 മുതൽ 9 വരെ തീയതികളിലായാണ് നടക്കുന്നത്. മാർച്ച് 2 കൂവം അളക്കും. തെയ്യംകെട്ടിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. CH കുഞ്ഞമ്പു MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങൾക്കാകുമ്പോൾ അതിൻ്റെ എണ്ണം വല്ലാണ്ട് കൂടി വരികയാണ്. മുമ്പ് കാലത്ത് അത്ര വലിയ തോതിൽ ആളുകൾ വേഗം പഠിച്ചെടുക്കൽ പോലും ഇപ്പോൾ 1000, 10,000 10,000 ലക്ഷത്തിലേക്ക്. നിങ്ങൾക്കറിയാം, ഉച്ചഭക്ഷണം രാത്രിത്തെ ഭക്ഷണം എത്ര പേർക്കാണ് വെക്കുന്നത്. ഈ ഉച്ചഭക്ഷണം 5 മണിക്കും രാത്രി ഭക്ഷണം 12 മണി വരെയും 1 മണി വരെയും നിലനിൽക്കലാണ് ഇപ്പോഴത്തെ ഭക്ഷണത്തിൽ ആഘോഷകാലങ്ങളിലെ ഭക്ഷണത്തിൻ്റെ രീതിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്, താല്പര്യമുണ്ട്. ജനത്തിന് അവിടെ പോകണമെന്നുണ്ട്. അത് കുടുംബസമേതവുമാണ്. കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ. അപ്പോൾ അവർക്ക് മുഴുവൻ ഒരു ഇത്രയും ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ ശരിയായ രൂപത്തിൽ കൊണ്ടുപോകും എന്നാണ് സംഘാടകരുടെ പ്രധാനപ്പെട്ട ജോലി. അക്കാര്യത്തിൽ വളരെ സമർത്ഥരായ സംഘാടകരാണ്. എത്രയോ ഉത്സവങ്ങൾ നടത്തി, ആഘോഷങ്ങൾ നടത്തി ഒരു 2-3 ലക്ഷം ആളുകൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന, ഈ 5-10 ലക്ഷം വന്നാലും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ നന്നായി കാര്യം ചെയ്യാൻ കൈകാര്യം ചെയ്യുന്നവർ നമുക്കുണ്ട്. ക്ഷേത്രസ്ഥാനികരായ രവീന്ദ്രൻ കാരണവർ, രവീന്ദ്രൻ കളക്കാരൻ, അശോകൻ നാലട്ടുകാരൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കുന്ന് കഴകം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി P.K. രാജേന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണൻ ചട്ടഞ്ചാൽ, KV അപ്പു, പള്ളിക്കര പഞ്ചായത്ത് അംഗങ്ങളായ P. അബ്ബാസ്, B. ജയലക്ഷ്മി, ഉദുമ പഞ്ചായത്ത് അംഗം കൃഷ്ണൻ പള്ളം, കോർഡിനേറ്റർ രാജൻ പൂച്ചക്കാട്, CH നാരായണൻ, ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി നാരായണൻ ചൂരിക്കോട്, തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേശൻ അരമങ്ങാനം, പബ്ലിസിറ്റി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട്, പ്രശാന്ത് മുക്കൂട്, പാലക്കുന്നിൽ കുട്ടി, കൃഷ്ണൻ മുക്കൂട്, സുകുമാരൻ ചേറ്റുകുണ്ട്, PP ചന്ദ്രശേഖരൻ, സുകുമാരൻ ചേറ്റുകുണ്ട്, ഐശ്വര്യകുമാരൻ, സതീഷ് കാവടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർമ്മപഥത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ സുന്നി യുവജന സംഘം ഉദിനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റമളാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. 60 കുടുംബങ്ങൾക്ക് ഭക്ഷ്യവിഭവ കിറ്റുകളും ഉദിനൂർ മഹൽ പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴ പാക്കറ്റ് വിതരണവും നടന്നു. പതിറ്റാണ്ടുകളായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന SYS ഉദിനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ റമളാനിലെ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 60 കുടുംബങ്ങൾക്ക് റമളാൻ മാസം ഉപയോഗിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കി നൽകിയത്.
ഉദനൂർ മഹൽ പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴ പാക്കറ്റുകളുടെ വിതരണവും തെരഞ്ഞെടുത്ത വനിതകൾക്ക് നിസ്കാര കുപ്പായങ്ങളുടെ വിതരണവും നടന്നു. ഉദനൂർ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം പ്രൊഫസർ മുഹമ്മദ് സാലി സഅദി നിർവഹിച്ചു. ഈത്തപ്പഴ വിതരണോദ്ഘാടനം എ.ബി. അബ്ദുള്ള മാസ്റ്ററും നിസ്കാര കുപ്പായ വിതരണം കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ടി.പി. അബ്ദുൽ സലാം ഹാജിയും നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി റസാഖ് പുഴക്കര, കെ.സി. ഹുസൈൻ സഖാഫി, ഇബ്രാഹിം അമാനി, നൌഫൽ സഅദി, MTP അബൂബക്കർ മൗലവി, N. ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു. മാർച്ച് 8 രാവിലെ 10 മണിക്ക് ബദർ സ്മൃതി സംഗമവും വൈകുന്നേരം 6:45 ഇഫ്താർ മീറ്റും സുന്നി സെന്ററിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചന്തേരയിൽ 16-കാരിയെ ബലാത്സംഗം ചെയ്ത പരാതിയിൽ 15 വയസ്സുകാരനുൾപ്പെടെ 5 പേർക്കെതിരെ ചന്തേര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. കോഴിക്കട ഉടമ നൌഷാദ് ഫൈസ് എന്നിവർ പിടിയിൽ. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. പഠനം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞിട്ടും അനാട്ടമി ലാബ് പോലും ഒരുക്കിയിട്ടില്ല. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും. KCCL കുഡ്ലയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 21 കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ നിർവഹിക്കും. കേരള സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷൻ വാർഷിക സമ്മേളനം 21-22 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. പ്രതിനിധി സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്ദേ മാതരം കോസ്റ്റൽ സൈക്ലോത്തോൺ ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. NCC കേഡറ്റുകൾ തൃക്കണ്ണാട് മുതൽ ബേക്കൽ ബീച്ച് വരെയും ബീച്ചിൽ നിന്ന് ചാമുട്ടിക്കുന്ന് വരെയും സൈക്കിൾ റാലിയെ അനുഗമിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ട്രാഫിക് നിയമ നടപടികൾ പിൻവലിക്കണമെന്ന ആവശ്യം. CITU ഓട്ടോ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർ വനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ 4ാം കളിയാട്ട ദിനത്തിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ദൈവങ്ങളെ തൊഴുത് അനുഗ്രഹം തേടിയെത്തുന്നത്. വേലാശ്വരം സഫ്ദർ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. AKG പുല്ലൂർ ജേതാക്കളായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.